പാലക്കാട്ടെ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ ഏകീകൃത അന്വേഷണം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കും. AIG G പൂങ്കുഴലിയാണ് രണ്ട് കേസുകളുടെയും അന്വേഷണ ചുമതല. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, രണ്ടാം ബലാത്സംഗ കേസിലായിരുന്നു പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ അത് ക്ലബ് ചെയ്തിരിക്കുന്നു, ഒന്നായിരിക്കുന്നു, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നിരീക്ഷണത്തിൽ അല്ലേ? എന്തൊക്കെ വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഒരുപക്ഷെ സ്വാഭാവികമായും പരാതികൾ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പരാതികളുടെ സ്വകാര്യത അത് ആ രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രണ്ട് കേസുകളും ഒറ്റ അന്വേഷണ സംഘത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ രണ്ട് സംഘമായിട്ടാണ്, രണ്ട് പ്രത്യേക അന്വേഷണ സംഘമായിട്ടായിരുന്നു. ആദ്യ അതിജീവിതയുടെ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വന്നുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ അതിജീവിത നൽകിയ പരാതി, അത് പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിച്ചു വന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ രണ്ട് കേസും കൂടി ഏകോപിപ്പിക്കുകയാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അത് AIG പൂങ്കുഴലിക്കാണ് ഈ രണ്ട് കേസുകളുടെയും അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഈ അന്വേഷണം നടക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ സംഘം നിലവിൽ നമുക്കറിയാം, ആദ്യ സംഘം, ഈ ആദ്യ അന്വേഷണ സംഘത്തിൻ്റെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന SITക്ക് കീഴിലുണ്ടായിരുന്ന സംഘമാണ് പോയിരുന്നത്. രണ്ടാമത്തെ കേസായപ്പോൾ ആദ്യ സംഘം മടങ്ങി വരികയും രണ്ടാമത്തെ സംഘം പോകുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഇനിയിപ്പോൾ ഒറ്റ അന്വേഷണ സംഘമായിരിക്കും ഉണ്ടാകുക. പക്ഷേ അന്വേഷണ സംഘത്തിൽ അംഗങ്ങളുടെ എണ്ണം അത് വിപുലീകരിക്കുന്നതായിരിക്കും. ആ രീതിയിൽ വിപുലീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക പുതിയ അന്വേഷണ സംഘം എന്ന നിലയിലായിരിക്കും ഇനി ഈ കേസുകളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. സ്വാഭാവികമായും ഈ കേസുകളുടെ സ്വഭാവം ഒന്നാണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു മാറ്റം നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ വരുത്തിയിരിക്കുന്നത്. ഷീജ, അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വശം എന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ നീതി ലഭ്യമാക്കാൻ, അതിജീവിതകൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ട പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി കൂടുതൽ സമഗ്രമാവും ഇങ്ങനെ ഏകീകരിച്ചുള്ള ഒരു അന്വേഷണമായാൽ. അതാണ് ഒരു പക്ഷേ ഇതിൽ ഷീജ സൂചിപ്പിച്ചതുപോലെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വശം. കാരണം ഈ അത്തരത്തിൽ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്ഥിതിക്ക് മാത്രമല്ല, പുറത്തെത്തുന്ന പല സൂചനകളും നോക്കുമ്പോൾ ഇനിയും പരാതികൾ എത്താൻ, കൂടുതൽ ഗൗരവമായ കാര്യങ്ങൾ പുറത്തെത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഏകീകൃതമായ ഈ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുന്നത്, കൂടുതൽ സമഗ്രമാകാൻ അന്വേഷണം, അല്ലേ? തീർച്ചയായും കൂടുതൽ സമഗ്രമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം രണ്ട് പ്രത്യേക അന്വേഷണ സംഘമാകുമ്പോൾ ഇനി ഒരുപക്ഷെ അടുത്തൊരു പരാതി വരുമ്പോൾ ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഘത്തെ നിയോഗിക്കേണ്ടിയൊക്കെ വരും. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ, ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രണ്ട് പരാതികളും ഒറ്റ അന്വേഷണ സംഘത്തിന് കീഴിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരാൾക്ക് തന്നെ അതിൻ്റെ മുഴുവൻ മേൽനോട്ടവും നടത്താൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഇനിയും കൂടുതൽ വരികയാണെങ്കിൽ അതും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഏകീകൃത സ്വഭാവം ആ അന്വേഷണത്തിന് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു രീതിയിൽ ഒറ്റ അന്വേഷണ സംഘത്തിന് കീഴിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതും ആ രീതിയിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നതും. ശരി ഷീജ, ഷീജയാണ് അന്വേഷണത്തിൻ്റെ പുരോഗതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.